അപ്രതീക്ഷിതമായി എൻ്റെ കയ്യിലേക്ക് വന്നു ചേർന്ന ഈ രാത്രിമുല്ലയെപ്പറ്റി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഇത് നല്ല മണമാണ് ഈ രാത്രിമുല്ലയ്ക്ക്. ഞാൻ ഇന്ന് 1 കോടിയുടെ വീട് കാണാൻ വേണ്ടി വന്നിക്കാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഹസ്ബൻഡും ഞങ്ങളും കൂടിയിട്ട് ഒരു ചെറിയൊരു ഔട്ടിങ് എന്ന് പറയാൻ പറ്റില്ല, ഒരു സൈറ്റ് വിസിറ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ അവിടുത്തെ ബാക്ക്ഗ്രൗണ്ടൊക്കെയാണ് ഈ കാണുന്നത്. എറണാകുളം ജില്ലയിലെ ആലുവ പാലത്തുമ്മൽ കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആലുവ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട് പോലെ അതിമനോഹരമാണ് കേട്ടോ. ആലുവ റോട്ടിലൊക്കെ ഒരുപാട് നല്ല നല്ല ചെടികളൊക്കെ കാണാൻ പറ്റും. എറണാകുളത്തെ റോഡുകളിൽ ഏറ്റവും ഭംഗിയുള്ളത് ആലുവയിൽ കൂടെ പോകുമ്പോഴാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് കെം ബിൽഡേഴ്സ് എന്ന് പറഞ്ഞ അപ്പാർട്ട്മെൻറ്റിലേക്കാണ്. ഇവിടെ വില്ലയാണ് കേട്ടോ സെയിൽ ചെയ്യണത്. ഇവിടെ കുറേ സ്ഥലമുണ്ട്. അവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം നോക്കി സെലക്ട് ചെയ്യാം, എന്നിട്ട് വീട് വെക്കാം കേട്ടോ. അതാണ് ഇവിടുത്തെ സംഭവം. അപ്പോൾ ഇത് ഇങ്ങോട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത് ഈ ബിൽഡേഴ്സിലാണ് കേട്ടോ. അതിലെ സെയിൽസ് മാനേജറാണ് എൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഓഫീസിലേക്ക് എത്തി. ഇപ്പോൾ ഇവിടെ ഞാൻ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ എന്നെ കാത്തിട്ട് ഇവിടെ കുറേ സംഭവങ്ങൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതെന്തൊക്കെയെന്ന് കാണിച്ചു തരാം. ആ കഷത്ത് ഫയൽ വെച്ച് പോകുന്ന ആളാണ് എൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ ഈ ഇറങ്ങിയപ്പോൾ തന്നെ കാണുന്ന ചെടി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ചെടി കാണുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ ലഡു പൊട്ടി. അപ്പോൾ ഒരു ചെടി എനിക്ക് കിട്ടി. അങ്ങനെ ഞാൻ ഉദ്ദേശം വെച്ച് വന്നത് വേറൊരു ചെടിയാണ്. അതൊരു ദിവസം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോണിൽ ഞാനൊരു വീഡിയോ കണ്ട്, ഈ സ്ഥലത്തിൻ്റെ വീഡിയോ കണ്ടത്. അപ്പോൾ അതിൽ എനിക്ക് ഒരു ചെടി, ഞാൻ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്നൊരു ചെടി ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി അതെനിക്ക് വേണമെന്ന്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു. ഹസ്ബൻഡ് എന്ന് പറയുമ്പോൾ എന്തോ എനിക്കൊരു വല്ലായിക. ഞാനിനി ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഞാൻ ബനി എന്നാണ് വിളിക്കുന്നത്. ഹസ്ബൻഡിൻ്റെ പേര് മൊയ്തീൻ എന്നാണ്, പക്ഷേ ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്നത് ബനി എന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ഹസ്ബൻഡ് എന്ന് പറയില്ല, ബനി എന്ന് പറയാം. അപ്പോൾ ബനിയുടെ ഫോണിൽ ഞാനൊരു വീഡിയോ കണ്ട്, അതിൽ എന്നെ മയക്കിയ ചെടി ഇവിടെ ഉണ്ടായിരുന്നു. അത് ഏതാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഉമ്മയൊക്കെ പറഞ്ഞ് ഏത് ചെടി കാണാനാണ് ഈ വന്നത്, ഇവിടെ നിൽക്കണമൊക്കെ കാണാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇവിടെ നിൽക്കണമല്ല, അതേ അങ്ങ് ദൂരത്തേക്ക് നോക്കിക്കേ, ദൂരത്ത് കാണണ്ട ഓറഞ്ച് കളറ് പൂവുണ്ടായിട്ടുള്ള ഹെലിക്കോണിയ. എന്ത് ഭംഗിയാണ് കാണാൻ. ഞാൻ ആ ഒരു ചെടി കുറേ കാലമായി അന്വേഷിച്ച് നടക്കണം. നഴ്സറിയിലൊക്കെ അത് മേടിക്കാൻ കിട്ടും, പക്ഷെ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ ഇതുപോലെ നിറഞ്ഞു നിൽക്കുന്നിടത്ത് തന്നെ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അത് ഉദ്ദേശിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നമുക്ക് ആദ്യം വില്ല കാണാം. 1.5 കോടിക്ക് സെയിലായ വില്ലയാണ് കേട്ടത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കുറേ മണ്ണ്, ചുമന്ന മണ്ണ്, അത് കണ്ടപ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുത്ത് കൊണ്ടുപോകാനൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ എന്നെ കൺട്രോൾ ചെയ്ത് പിടിച്ച് വെച്ചിട്ടാണ്. നമുക്ക് മണ്ണിൻ്റെ ക്ഷാമമുള്ളത് നമുക്ക് മാത്രമല്ല അറിയൂ. അപ്പോൾ നമുക്കൊന്ന് വീടിൻ്റെ അകത്ത് കയറി നോക്കാം. ഇത് സെയിലായതാണ് കേട്ടോ. ഇതിൻ്റെ പണി നടക്കണേ ഉള്ളൂ. പണിക്കാരൊക്കെ ഇവിടെ തന്നെയാണ് ടെൻറ്റ് കെട്ടിയിട്ട് താമസിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറി ഇതിൻ്റെ ഇവിടുത്തെ റൂമുകളെ കണക്കൊന്നും ഞാൻ എടുക്കണില്ല. ഇനിയിപ്പോൾ ഇത് കാണുന്നവർക്ക് വല്ല വീട് വെക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നമ്പർ പിൻ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ വീടിൻ്റെ കൂടുതൽ ഭാഗങ്ങൾ കാണാം. ഇവിടുത്തെ വൈബൊക്കെ ഒന്ന് കാണണ്ടേ. നമുക്ക് സ്റ്റെപ്പൊക്കെ കയറിയിട്ട് അകത്തേക്ക് പോവാം, മേലിലേക്ക് പോവാം. ഇത് അടുക്കളയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ പിന്നാമ്പുറത്തേക്കൊക്കെ ഒന്ന് പോയി നോക്കട്ടെ. പണി കഴിഞ്ഞാലാണ് കാണാൻ ഭംഗി ഉണ്ടാവുക. അതിപ്പോൾ പണി നടക്കണ കാരണം നമുക്കതിൻ്റെ ഭംഗിയൊന്നും ആസ്വദിക്കാൻ പറ്റില്ല. പക്ഷേ നല്ല വൈബാണ്. ഇതൊക്കെ ഗ്ലാസ് ഇടാൻ വേണ്ടിയിട്ട് വിൻഡോസൊക്കെ സെറ്റാക്കി വെച്ചിരിക്കണമെന്ന് തോന്നുന്നു. അപ്പോൾ മേലിലേക്ക് എത്തി. കസ്റ്റമർ ഒരു സൈഡിൽ അവരിങ്ങനെ നമ്മുടെ ഹസ്ബൻഡ് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബനി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് ക്ലാസ് അല്ല സെയിലിൻ്റെ കുറേ തന്ത്രങ്ങൾ. അപ്പോൾ നമുക്കിങ്ങനെ നോക്കാം. നല്ല ഭംഗി, നല്ല എല്ലാ റൂമിൽ നിന്നും നോക്കുമ്പോൾ നല്ല വൈബാണ് കേട്ടോ. നല്ല പച്ചപ്പ്. ആലുവ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സ്ഥലമാണല്ലോ, നല്ല പച്ചപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഏറ്റവും മേലേക്ക് പോയി നോക്കാം. ഏറ്റവും മേലേക്ക് ഉള്ളിൽ നിന്ന് തന്നെയാണ് കേട്ടോ സ്റ്റെയർ കൊടുത്തിട്ടുള്ളത്. അപ്പം അങ്ങനെ 3-ാം നിലയുടെ മുകളിലേക്ക് എത്തി. 3-ാം നിലയുടെ മുകളിൽ കയറിയപ്പോഴാണ് എന്തൊരു ഭംഗിയാണെന്നറിയോ.
എന്ത് രസമാണ്. നല്ല മഴക്കോളുണ്ട് കേട്ടോ, ഇടിയും വെട്ടണുണ്ടായിരുന്നേ. അപ്പോൾ ഇതിൻ്റെ മേലെ കയറിയപ്പോൾ ഇങ്ങനെ സെൽഫി എടുക്കാനൊക്കെ ഇങ്ങനെ തോന്നി. എന്ത് ഭംഗിയ, ചുമന്ന ആകാശം, പിന്നെ നല്ല പച്ചപ്പ്, ഒരു കവിത എഴുതാനൊക്കെ ഉള്ള മൂടൊക്കെ വരും. അപ്പോൾ അത്രയും നല്ല രസത്തിൽ ഇങ്ങനെ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് നിന്നു. അപ്പോഴാണ് ഓർമ്മ വന്നത്, നമ്മുടെ ചെടി നമുക്ക് അത്യാവശ്യമാണ്, അപ്പോൾ അത് പോയി പറിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് നേരം കൂടി ഇവിടെയൊക്കെ നിന്ന് താഴത്തേക്ക് പോട്ടെ, അല്ലെങ്കിൽ വല്ല ഇടിയും വെട്ടിയിട്ട് വല്ല എന്തെങ്കിലും പറ്റിയാലോ. ഇടി വെട്ടണുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെടി പറിക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ നേരത്തെ കണ്ടത് അപ്പുറത്തെ സൈഡായിരുന്നു, ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നിട്ടാ. പിന്നെ നമ്മൾ കാറ് വന്ന ആ ഒരു സൈഡിലേക്ക് വന്നേ. അപ്പോൾ അവിടെ നിന്നിട്ട് നോക്കിയപ്പോൾ ഒരു പാടം തന്നെ ഉണ്ട് കേട്ടോ. അവിടെ നിറച്ചും ചെടിയുണ്ട്, എത്ര വേണമെങ്കിലും പറിക്കാം. പക്ഷേ ഒരൊറ്റ എണ്ണം പറിക്കാൻ നമുക്ക് പറ്റൂല മക്കളെ. എന്താന്ന് വെച്ചാൽ അങ്ങോട്ട് പോകാൻ പറ്റൂല, നല്ല മൊന്തയാണ്. മൊന്താന്ന് പറഞ്ഞാൽ എത്രയും മൊന്ത, അതിൻ്റെ ഇടയിലേക്ക് എങ്ങനെ പോവാനാ? അപ്പോൾ അവിടെ ഒരു മതിലും ഉണ്ട്. മതിലില്ലായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു വടിയൊക്കെ എടുത്തിട്ട് തട്ടിയിട്ട് പോവായിരുന്നു. പക്ഷെ മതിൽ ഇടാൻ അറിയില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാനവിടെ എന്നെ കൺട്രോൾ ചെയ്ത് പിടിച്ചു വെച്ചു. എനിക്ക് ഈ ചെടി കെട്ടാനുള്ള യോഗ ഇല്ല. ഇതിൻ്റെ ഒരു തൈ നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ, ഏതോ ഒരു സ്ഥലത്തുനിന്ന് കിട്ടിയതാണ്. പക്ഷെ അത് വളർന്ന് വലുതായി വരുമ്പോഴത്തേനൊക്കെ കുറേ സമയമെടുക്കും. പിന്നെ ഇതിന് നല്ല വെയിൽ വേണം. നമ്മുടെ അവിടെ വെക്കാനുള്ള സൗകര്യമൊന്നുമില്ല നമ്മുടെ വീട്ടിൽ. എന്നാലും എങ്ങനെയെങ്കിലുമൊക്കെ ചട്ടിയിൽ പിടിപ്പിക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ അതാ നോക്കുക, അങ്ങോട്ട് അപ്പുറത്തെ സൈഡിലേക്കൊക്കെ നിറച്ചു നിൽക്കുന്നുണ്ട് കേട്ടോ. അത് ഇനി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറിച്ച് കളയണാവും. അപ്പോൾ അത് കിട്ടാത്ത വിഷമത്തിൽ ഞാൻ തിരിഞ്ഞ് നടന്നപ്പോഴാണ് നമ്മുടെ രാത്രിമുല്ല രാത്രി ആവാനായിട്ടുണ്ടായിരുന്നു. ഒക്കെ വിരിഞ്ഞ് നല്ല അടിപൊളിയായിട്ട്, നല്ല അടിപൊളി മണമുണ്ട്. അപ്പോൾ ഈ ചെടി എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ. തൃശ്ശൂരല്ല, കുന്നംകുളത്തെ എൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ അപ്പോൾ അന്ന് വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നപ്പോൾ ഞാൻ ഇത് പറയാൻ മറന്നുപോയി. അപ്പോൾ എനിക്ക് ഇത് കയ്യോടെ കിട്ടിയ സന്തോഷമായി. അപ്പോൾ ഇനി ഈ ചെടി പറിക്കാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ. ഇതിൻ്റെ വേറെ വെറൈറ്റി ഉണ്ട്, അതിന് ഭയങ്കര ഡിമാൻഡ്. അപ്പോൾ ആ ചെടിയും കിട്ടി. അങ്ങനെ തിരിച്ചു പോകുന്ന സമയത്താണ് ടോപ്പ് ഫോമിൽ കയറിയത്. ടോപ്പ് ഫോമിൽ കയറിയപ്പോഴോ അതിലും രസം. ദേ കാണുന്നില്ലേ, എന്തൊരു ഭംഗിയാണ് ചെടി വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തേക്കണ്. എന്ത് ഭംഗിയാണ്. പക്ഷെ അത് ഒറിജിനൽ അല്ല കേട്ടോ, അതൊക്കെ പ്ലാസ്റ്റിക്കാണ്. അവിടെ ഇരിക്കണേൻ്റെ ബാക്കിൽ വരെ പുല്ല് മുളച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ കണ്ണിൽ ഒരു കാഴ്ച പെട്ടത്. അത് കിട്ടാത്ത വിഷമത്തിൽ ഞാനിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. എൻ്റെ മുഖം നോക്കിയാൽ തന്നെ അറിയാം എനിക്ക് ആ ചെടി കിട്ടാത്ത വിഷമമുണ്ട്. അതേ പിന്നിൽ ഫോണായിട്ടിരിക്കണ ആളുടെ കൂടെ ഒരു സെൽഫി എടുക്കാൻ പറ്റാത്ത വിഷമമുണ്ട്. അത് ഏഷ്യാനെറ്റിൽ വാർത്ത വായിക്കണ ആളായിരുന്നേ. ഏഷ്യാനെറ്റിൽ വാർത്ത വായിക്കണ പിന്നെ ഷാനിയായിരുന്നു കേട്ടോ ബാക്കിലിരുന്നിരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റാത്ത വിഷമമുണ്ട്. അങ്ങനെ നമ്മുടെ ഫുഡ് വന്നപ്പോഴാണ് എൻ്റെ വിഷമം മാറിയത്. ഇങ്ങനെ രാത്രിയായി. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണേ, കയ്യിൽ കിട്ടിയ ചെടികളുമായി. അപ്പോൾ ഗുഡ് നൈറ്റ്.